കാട്ടാക്കടയുടെ സാംസ്കാരിക ഉത്സവമായ കാട്ടാൽ പുസ്തകമേളയ്ക്ക് ഇന്ന് തുടക്കം. കാട്ടാക്കടയുടെ ഖ്യാതി ലോകമെങ്ങും എത്തിച്ച പുസ്തകമേള സമാനതകളില്ലാത്ത ഒരു സാംസ്കാരിക ഉത്സവമാണ്. വായനയെ സ്നേഹിക്കുന്നവർക്കും കലയും സംസ്കാരവും ഇഷ്ടപ്പെടുന്നവർക്കും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മ കൂടിയാണ് കാട്ടാൽ മേള. ഇത്തവണത്തെ കാട്ടാൽ പുരസ്കാരം റാപ്പ് സംഗീതത്തെ അടയാളപ്പെടുത്തിയ ജനങ്ങളുടെ പ്രിയ ഗായകൻ ഹിരൺദാസ് മുരളി എന്ന വേടന് സമ്മാനിക്കും. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് പരിസരത്താണ് മേള നടക്കുന്നത്. മേളയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. നമ്മുടെ നാടിൻ്റെ സ്പന്ദനങ്ങൾ അടയാളപ്പെടുത്തിയ കവി മുരുകൻ കാട്ടാക്കടയുടെ നേതൃത്വത്തിലാണ് കാട്ടാൽ പുസ്തകമേള നടക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ അവർ കാട്ടാക്കട എന്ന് കേട്ടാൽ അവർക്ക് അറിയില്ലായിരുന്നു കാട്ടാക്കടയിൽ ദിവാരൻ ഉണ്ടെന്നോ, കാട്ടാക്കട ഇത്രയും സമൃദ്ധമാണെന്ന് അവർക്കറിയാം. അത് അറിയിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. അന്ന് അതിന് നമ്മൾ ഇടയാക്കിയിട്ടുള്ള കാട്ടാക്കട ദിവാരൻ എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പൂർവ്വ പിതാമകനായിട്ടുള്ള എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ ഈ വർഷവും കാട്ടാക്കട ദിവാകരൻ അവാർഡ് നൽകുന്നുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ തന്നെ ഈ നാടിൻ്റെ വെളിച്ചമായിട്ടുള്ള നമ്മുടെ കാട്ടാക്കടയുടെ സംഗീതത്തെ കച്ചവട സംഗീതത്തിൽ തന്നെ ഒന്ന് തന്നെ പറയാം, കൊമേഴ്സ്യൽ സംഗീത രംഗത്ത് തന്നെ നിലനിർത്തുന്നതിന് നല്ല സംഭാവന നൽകിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അനുജനായിട്ടുള്ള വിജയ് കരുണിനാണ് ഈ വർഷത്തെ അവാർഡ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ വിജയ് കരുണിൻ, അതുപോലെ തന്നെ നമ്മുടെ കാട്ടാക്കട പ്രേംകുമാർ എന്ന് പറയുന്ന അനശ്വരനായ കലാകാരൻ, ഒരു കാലത്ത് ആകാശവാണിയുടെ ശബ്ദമായിരുന്ന, ഈ കാട്ടാക്കടയിൽ നിന്ന് ഒരു സെലിബ്രിറ്റി ഗ്ലാമർ ഉണ്ടായിരുന്ന ആദ്യത്തെ കലാകാരന്മാരിൽ ഒരാളാണ് ഈ കാട്ടാക്കട പ്രേംകുമാർ. അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ കൊടുക്കുന്ന ഈ വർഷത്തെ കാട്ടാക്കട പ്രേംകുമാർ അവാർഡ് എന്ന് പറയുന്നത് ഊരുട്ടമലം ബാലകൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് കൊടുക്കുന്നത്. ഒപ്പം നമ്മൾ എല്ലാ വർഷവും പ്രസ്റ്റീജിയസ് ആയിട്ട് കൊടുക്കുന്ന കാട്ടാൽ പുരസ്കാരം, പല കാലങ്ങളിൽ നമ്മൾ കേരളത്തിന്റെ ഐക്കണുകൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലുള്ള ആളിനല്ല കാട്ടാൽ പുരസ്കാരം കൊടുക്കുന്നത്. പ്രത്യേകിച്ച് സാഹിത്യത്തിന് നൽകുന്ന സംഭാവന മാത്രം നിലനിർത്തിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ ഈ അതാത് കാലഘട്ടത്തിലെ അതാത് സമൂഹത്തിനെ ഉണർത്തുന്ന ഐക്കണുകളെ കണ്ടെത്തി അവർക്കാണ് നമ്മൾ കാട്ടാൽ പുരസ്കാരം നൽകുന്നത്. അങ്ങനെയാണ് MTക്ക് നൽകിയത്, അങ്ങനെയാണ് മഞ്ജു വാര്യർക്ക് നൽകിയത്, അങ്ങനെയാണ് KS ചിത്രയ്ക്ക് നൽകിയത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ വർഷം മലയാള ഭാഷയെ റാപ്പ് സംഗീതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിന് നിസ്തുലമായ സംഭാവന നൽകിയ ഹിരൺദാസ് മുരളി എന്ന വേടൻ എന്ന കലാകാരനെ കേരളത്തിൻ്റെ 4 അതിർവരമ്പുകളിൽ മാത്രമല്ല, ലോകോത്തരമായി വരുന്ന ഏത് മാറ്റത്തിനോടും അനുഗുണമായി നിൽക്കാൻ പറ്റുന്ന ഒരു ഫോക്ലോർ കല, ഏത് റാപ്പിലെയും കൊരുത്താൻ പറ്റുന്ന ഫോക്ലോർ നമുക്കുണ്ടെന്ന് ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞ, ലോക സംഗീതത്തിൽ റാപ്പ് മ്യൂസിക്കിൽ കേരളത്തെ അടയാളപ്പെടുത്തിയ, മലയാള ഭാഷയെ അടയാളപ്പെടുത്തിയ പ്രതിഭാശാലിയായ ഹിരൺദാസ് മുരളിക്കാണ് ഈ വർഷത്തെ കാട്ടാൽ പുരസ്കാരം നൽകുന്നത്. അത് നടക്കുന്നത് 22-ാം തീയതിയാണ്. തീർച്ചയായും അത് ആലങ്കോട് ലീലാകൃഷ്ണനായിരിക്കും അത് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത്.